ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയും ഗുണ്ടയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഋഷി പറയാണ്, എത്ര ദിവസമായി എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു, എന്നെ ഒന്ന് അഴിച്ചുവിട്. ഗുണ്ട ഋഷിയുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് പറയാണ്, ഡാ തിളക്കല്ലടാ, ദേ ഈ ഭക്ഷണം കഴിക്കേ. പ്രകാശും ഋഷിയും തമ്മിലുള്ള മുഖാമുഖമാണ് കാണിക്കുന്നത്. പ്രകാശ് പറയാണ്, ഹായ് ഋഷി, ഋഷിക്ക് എന്നെ മനസ്സിലായോ? ഞാനാ ഋഷിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ പേര് പ്രകാശ്. ഇപ്പോഴേ ഋഷി ഞാൻ പറയുന്ന കാര്യം മാത്രം അനുസരിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകണം. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ചെന്ന് ഭക്ഷണം കഴിക്കും. പ്രകാശ് ഗുണ്ടകളോടായിട്ട് പറയാണ്, ദേ ഇവനെ കൊണ്ടുപോയി ഇട്. അടുത്ത രംഗത്തിൽ പ്രഭാവതിയും രാധികയും തമ്മിലുള്ള ഫോൺ കോളാണ് കാണിക്കുന്നത്. പ്രഭാവതി പറയാണ്, രാധിക, ഞാനിപ്പോൾ ഒരു സുഹൃത്തായിട്ടാണ് രാധികയെ വിളിക്കുന്നത്, അല്ലാതെ മോളുടെ അമ്മായിയമ്മ ആയിട്ടല്ല. ഇത് കേട്ട രാധിക മറുപടി പറയാണ്, എന്താ പ്രഭാവതി, എന്താ കാര്യം? പ്രഭാവതി, അത് എനിക്കൊരു സംശയമുണ്ട്. ദേവിക വിചാരിച്ചാൽ നന്ദിനെ എപ്പോഴോ കണ്ടെത്താമായിരുന്നു. കാരണം ഇവിടുത്തെ ദേവികയും സിദ്ധുവൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ള കൂട്ടത്തിലാണല്ലോ. പോരാത്തതിന് ദേവിക MLA-യും. പക്ഷേ ദേവികൾക്ക് എന്തോ ഈ കാര്യത്തിൽ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. അവൾക്ക് നന്ദനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇത് കേട്ട രാധിക പറയാണ്, അയ്യോ, പ്രഭാവതിക്ക് തെറ്റി. പ്രഭാവതി എൻ്റെ മോളെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾക്ക് നന്ദൻ എന്നാൽ ലോകമാണ്. സത്യം പറഞ്ഞാൽ പ്രഭാവതിക്ക് അവളെ പോലുള്ള ഒരു മരുമകളെ കിട്ടിയതും നന്ദൻ അവളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതും നിങ്ങൾ ഭാഗ്യം ചെയ്തതുകൊണ്ടാണ്. അത്രയ്ക്കും നല്ലവളാണ് എൻ്റെ മോൾ. സ്വന്തം ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ്. അവൾ ഒരു സ്ത്രീക്കൊപ്പം അവനെ കണ്ടപ്പോൾ സഹിച്ചിറങ്ങി വന്നെങ്കിലും പിന്നീട് നന്ദൻ ഒരു ആപത്ത് എന്നറിഞ്ഞപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഒരിക്കലും ദേവികയെ കുറ്റപ്പെടുത്തരുത്. ഇത് കേട്ട പ്രഭാവതി പറയാണ്, അയ്യോ, കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ എന്തോ അവൾക്ക് എന്തെങ്കിലും ദേഷ്യം കാരണം കൊണ്ട് ഉഴപ്പു കാണിക്കുന്നതാണോ എന്നൊരു ഡൗട്ട്. എൻ്റെ ഒരു മകനെ കാണാതായ അമ്മ എന്നുള്ള രീതിയിൽ പരിഗണിച്ച് എൻ്റെ വിഷമം തിരിച്ചറിഞ്ഞ് രാധിക അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഒരു മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മമാർക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? അതുകൊണ്ട് എനിക്ക് വേണ്ടി രാധിക ഇത് ചെയ്യണം. ഇത് കേട്ട രാധിക പറയാണ്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മോളോട് ചോദിക്കാം. പക്ഷേ അവളെ ഒരിക്കലും സംശയിക്കരുത്. അടുത്ത രംഗത്തിൽ പ്രകാശും നന്ദനും തമ്മിലുള്ള നാടകമാണ് കാണിക്കുന്നത്. പ്രകാശ് പറയാണ് വെപ്രാളത്തോടെ, എടാ നന്ദ, ഞാൻ ആകെ പേടിച്ചു പോയടാ. നന്ദൻ, എന്താ പ്രകാശ്? ഇത് കേട്ട പ്രകാശ് പറയാണ്, അതെ, ആ ഋഷിയുടെ പ്രേതം, അവന് ഞാൻ കണ്ടെന്നേ. നന്ദൻ പറയാണ്, എന്ത്, ഋഷിയുടെ പ്രേതത്തെ കണ്ടെന്നോ? പ്രകാശ്, അതെ, ഞാൻ കണ്ടു. നീ കാണാറില്ലേ? അതേപോലെ ഞാനും കണ്ടടാ. ഞാനേ വരുന്ന വഴിക്ക് അവിടെ ഒരു വളവുണ്ട്. അവിടെ വെച്ച് ആരോ പരുങ്ങുന്നത് പോലെ കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ഋഷിയുടെ പ്രേതം. ഞാൻ കരുതിയത് നിന്നെ തട്ടിക്കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും വന്നതായിരിക്കുമെന്നാണ്. നിന്റെ ചോരദാഹിച്ച പ്രേതങ്ങൾ അല്ലാതെ മറ്റു പലരും പുറത്തുണ്ടല്ലോ. ഞാൻ അവരാണെന്ന് കരുതി കുറച്ച് ജാഗ്രതയായി പോയി നോക്കിയതാണ്. അപ്പോഴാണ് ഋഷിയുടെ പ്രേതം. എടാ, എനിക്ക് പേടിയായിടാ. അവൻ നിന്നെ തേടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ചോര വലിച്ചു കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നീ സൂക്ഷിക്കണം കേട്ടോ. പ്രകാശ് ഗുണ്ടകളോടായിട്ട് പറയാണ്, എടാ സനലേ, ഇവനെ സൂക്ഷിക്കണേ. രാത്രി എന്തെങ്കിലും ബഹളം കേട്ട് ആരും പേടിക്കണ്ട. പ്രേതങ്ങൾക്ക് ഗുണ്ടകളൊന്നുമില്ല. പ്രേതങ്ങൾ ശക്തരാണ്. അതുകൊണ്ട് നന്ദനെ നന്നായി നോക്കണേടാ. നന്ദൻ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉറക്കത്തിൽപ്പെടാതെ അവൻ്റെ കൂടെ നിൽക്കണേ. ഇത് കേട്ട നന്ദൻ പറയാണ്, ഏയ്, പ്രേതമൊന്നുമല്ല, ഋഷിയുടെ പ്രേതമല്ല അത്. നീ ഋഷിയെ കൊന്നു കുഴിച്ചു മൂടിയതാണോ? ഇത് കേട്ട പ്രകാശ് പറയാണ്, ആ, കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ വിശ്വസിച്ചേ മതിയാകൂ. അവൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ദേ നോക്ക്, നീ സൂക്ഷിക്കണം. എന്തായാലും ഞാൻ രാവിലെ വരാം. അടുത്ത രംഗത്തിൽ ദേവികയുടെ വീട്ടിലെ തർക്കമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, ചേച്ചി പോയ കാര്യം നടന്നില്ലല്ലേ? CM-നെ കാണാൻ പറ്റിയില്ല അല്ലേ? ഇത് കേട്ട ദേവിക പറയാണ്, ഇല്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ശാരിക, അത് ചേച്ചി ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ചേച്ചിയുടെ സംസാരത്തിൽ നിരാശ ഉണ്ടായിരുന്നു. ശാരിക അമ്മയെ നോക്കിക്കൊണ്ട് പറയാണ്, അല്ല, അമ്മയ്ക്ക് എന്തു പറ്റി? മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ദേവിക പറഞ്ഞു, ഓ അതോ, ചന്ദ്രവതി വീട്ടിലെ പ്രഭാവതി വിളിച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ അമ്മയുടെ മുഖം ഇങ്ങനെ. എന്താ അമ്മേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത്? രാധിക പറയാണ്, എന്താ വിളിച്ചിട്ട് പറഞ്ഞതെന്നോ? നീ നന്ദന്റെ കേസിൽ ഉഴപ്പുന്നുണ്ടെന്ന്. ദേവിക ഞെട്ടലോടെ പറയാണ്, എന്ത്, നന്ദന്റെ കേസിൽ ഉഴപ്പുന്നുണ്ടെന്നോ? രാധിക, അതെ, പറയ്, എന്താ നിന്റെ പ്രശ്നം? നന്ദനെ കണ്ടെത്താൻ നിനക്ക് യാതൊരു ആവേശവുമില്ലേ?
അതോ അവൻ അങ്ങനെ പോയിക്കോട്ടെ എന്ന് നീ കരുതിയോ? ഇത് കേട്ട ദേവിക മറുപടി പറയാണ്, അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത് കേട്ട രാധിക, പിന്നെ പെറ്റമ്മയുടെ വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. നന്ദനെ കാണാത്തതിൽ അവർക്ക് അത്രയ്ക്ക് വിഷമിക്കുന്നുണ്ട്. ശാരിക പറയുന്നു, നന്ദനെ കാണാത്തതിൽ അവർ മാത്രമല്ലല്ലോ വിഷമിക്കുന്നത്, ചേച്ചി വിഷമിക്കുന്നുണ്ടല്ലോ. ചേച്ചി നന്ദേട്ടനെ തിരഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ കിട്ടാത്തത് ചേച്ചിയുടെ കുഴപ്പമാണോ? പിന്നെ CMനെ കാണാൻ പറ്റാത്തതിൽ ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. CMനെ ഒരു മന്ത്രിക്ക് പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെയാണോ കുടുംബകാര്യം സംസാരിക്കാൻ വേണ്ടി കാണുന്നത്? അതുകൊണ്ട് ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും. ദേവിക കരഞ്ഞുകൊണ്ട് അമ്മയോടായി പറയാണ്, എല്ലാവരും ഫ്രീ ആയിട്ട് ചവിട്ടി മതിക്കാൻ പറ്റുന്നത് പോലെയാണ് എന്നോട് പെരുമാറുന്നത്. അല്ല, നിങ്ങളെല്ലാവർക്കും എന്നെ കാണുമ്പോൾ എന്താ തോന്നുന്നേ? ഞാൻ ശരിക്കും ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ് നന്ദനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റാരേക്കാൾ ആവശ്യം എനിക്കുണ്ട്. പിന്നെ എൻ്റെ ആത്മാർത്ഥത ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. ശാരിക പറയുന്നു, അമ്മ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ. വളവളാന്ന് സംസാരിക്കുന്നവളെന്നോ, ധിക്കാരിയെന്നോ, അഹങ്കാരിയെന്നോ എന്തു വേണമെങ്കിലും. പക്ഷേ ചേച്ചി ഒന്നും പറയരുത്, അതെനിക്ക് സഹിക്കില്ല. ചേച്ചി വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അമ്മ പോയി സോറി പറയൂ. രാധിക ദേവികയോട് മാപ്പ് ചോദിക്കുന്നു. മോളെ, അമ്മ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ പ്രഭാവതി വിളിച്ചപ്പോൾ അമ്മയ്ക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിപ്പോയി. ഞാൻ അവരോട് നിന്നെ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഒരമ്മയ്ക്കല്ലേ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ മകളെ